മാത്രമാണ്. അതിന്റെ സ്ഥായിയായ സ്വഭാവം മനസ്സ് പ്യുവറാണ്. പിന്നെ എങ്ങനെയാണ് മനസ്സിൽ ചളി പിടിക്കുന്നത്? സ്വാമി ഉദാഹരണം പറഞ്ഞു. ഭഗവാന്റെ ടവല്, ഭഗവാൻ ഉപയോഗിക്കുന്ന ടവല് വളരെ വൈറ്റാണ്, വളരെ വെളുത്ത കളറുള്ള ടവലാണ്. പക്ഷെ അത് കുറച്ചു നേരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ടവലിൽ ചളിയാകും. ചളിയാകുമ്പോ ഡർട്ടാവും, പൊടിയാകും. അത് അലക്കുകാരൻ്റെ അടുത്ത് കൊടുത്താക്കി. അലക്കുകാരൻ ടവലിനെ വെള്ളയാക്കുന്നില്ല. അതിന്റെ വെള്ള കളർ അതിന്റെ സ്ഥായിയായ സ്വഭാവമാണ്, വൈറ്റ് കളർ. അലക്കുകാരൻ ആകെ ചെയ്യുന്നത് ആ ചളി മാറ്റം മാത്രമാണ് ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നു അതുപോലെ അലക്കുകാരൻ വെള്ള ടവലിനെ വെള്ളയാക്കുന്നില്ല, ചളി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ മനസ്സ് പരിശുദ്ധമാണ്, അവിടെ പിടിച്ചിരിക്കുന്ന ചളികൾ മാറ്റലാണ് സാധനയുടെ ലക്ഷ്യം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടുത്തൊരാശയം ഭഗവാൻ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്, സ്വാമിയുടെ അവതാര ദൗത്യത്തിനെ ഒരു ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ, യശ്വന്തപൂർ ബാംഗ്ലൂർ ഉദാഹരണം, കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ. ഇപ്പൊ സ്വാമി പറയാണ്, എൻ്റെ ഈ അവതാര ദൗത്യം ഒരു ട്രെയിൻ പോലെയാണ്. ട്രെയിൻ ഇപ്പൊ കാഞ്ഞങ്ങാട് നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് കയറാം. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയാൽ, പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയാൽ ചില ആൾക്കാർ ചാടി പിടിച്ച് കയറും. പക്ഷെ ട്രെയിനിന്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞാലോ ആർക്കും കയറാൻ പറ്റില്ല. ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം സ്വാമി പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാമിയുടെ അവതാര ദൗത്യത്തിലേക്ക് കയറാം. കുറേശ്ശെ സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇനി കുറച്ച് പേർക്ക് കയറാം. നല്ല സ്പീഡായി കഴിഞ്ഞാലോ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ അവതാര ദൗത്യത്തിന്റെ ഭാഗമാകാനായിട്ട് സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം അതിന്റെ പ്രാധാന്യം സ്വാമി ഉപദേശിച്ചു തരുന്നുണ്ട്. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു തെറ്റ്, അമിളി, വിഡ്ഢിത്തം എന്താണെന്നറിയും. നമ്മൾ വിചാരിക്കും സ്വാമി പറഞ്ഞതൊക്കെ നമ്മൾ ഒബേ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. സ്വാമി പറഞ്ഞതെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ സ്വാമി പറഞ്ഞതിനെതിരായിട്ട് നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയുന്നില്ല. ഇത് മനസ്സിലാവാൻ സ്വാമി ഒരു കഥ പറയുന്നുണ്ട്. ഒരാശ്രമം, ആ ആശ്രമത്തിൽ കുറച്ച് സന്യാസിമാരുണ്ട്. ആ സന്യാസിമാരെല്ലാവരും തീരുമാനിച്ചു, ഒരു മാസത്തേക്ക് മൗനവ്രതം, ആരും സംസാരിക്കില്ല, മൗനവ്രതം, സൈലന്റ് സിറ്റിംഗ് ആണ് എല്ലാവരും. അന്ന് 4 പേര്, ഈ അന്തേവാസികളില്ല സന്യാസിമാരിൽ 4 ചെറുപ്പക്കാർ കൂടി മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റിലേക്ക് പോയി കുറച്ച് ദൂരെ എത്തിയപ്പോഴാണ് അതിലൊരാൾ പറഞ്ഞു, അയ്യോ വാതിലടയ്ക്കാൻ മറന്നുപോയെന്നൊരു സംശയമുണ്ട്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, തൻ്റെ മൗനവ്രതം പോയില്ലേ എന്ന് ചോദിച്ചു. താൻ മൗനം സംസാരിച്ചില്ലേ? ഇപ്പൊ രണ്ടാമത്തെ ആൾ അറിഞ്ഞില്ല തൻ്റെ മൗനവ്രതം പോവാന്ന് അറിഞ്ഞില്ല. അയാൾ പറഞ്ഞു തൻ്റെ മൗനവ്രതം പോയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ആളോട് ചോദിക്കണം, നിന്റെ മൗനവ്രതം പോയില്ലേ? മൂന്നാമത്തെ ആൾ അറിയുന്നില്ല താൻ വയലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ 4മത്തെ ആള് പറയാണ്, ഞാൻ മാത്രമേ വയലേറ്റ് ചെയ്യാത്തുള്ളൂ, ഞാൻ മാത്രമാണ് മൗനവ്രതത്തിൽ ഇരിക്കുന്നത്. 4 പേരും സംസാരിച്ചു, 4 പേരും മൗനവ്രതം എന്നുള്ള അതിനെ വയലേറ്റ് ചെയ്തു. പക്ഷെ 4 പേര് അറിയുന്നില്ല ഇത് വയലേറ്റ് ചെയ്തു എന്ന്. ഇത് പറഞ്ഞിട്ടാണ് ഭഗവാൻ, ഇതുപോലെയാണത്രേ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മൾ അറിയാതെ തന്നെ സ്വാമി പറഞ്ഞതിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളിൽ സ്വാമിയോട് പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ സ്വാമിയോട് പറയാറുണ്ട്. ഒരു ദിവസം ഭഗവാൻ എന്താണ് സ്വാമിയോട് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് നമ്മൾ സ്വാമിയോട് ചോദിക്കേണ്ടത്? ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് വിവേകാനന്ദ സ്വാമി നരേന്ദ്രൻ ശിഷ്യനായിരിക്കണ സമയത്ത് നരേന്ദ്രൻ ഡിഗ്രി പാസ്സായി. ഇപ്പൊ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം, ഒരു ജോലി കിട്ടിയാൽ ആ ശമ്പളം കൊണ്ട് വീട്ടുകാരെ സഹായിക്കാം. ശ്രീരാമദേവനോട് പറഞ്ഞു, മാസ്റ്റർ
പാസ്സായി, അതുകൊണ്ടൊരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നരൻ ഒരു കാര്യം ചെയ്യും, ഇന്ന് ചൊവ്വാഴ്ചയാണ്, അമ്മയോട് ചോദിച്ചോളാം. ഇന്ന് ചൊവ്വാഴ്ച നല്ല ദിവസമാണ്, അമ്മയോട് ചോദിക്കാൻ പറ്റിയ ദിവസമാണ്, അമ്മയോട് ചോദിച്ചോളാം പറഞ്ഞു. നരൻ വേഗം അമ്മയുടെ മുമ്പിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നരൻ അമ്മയോട് പറഞ്ഞോ ജോലിക്കാര്യം? നരേന്ദ്രൻ പറഞ്ഞു, ഇല്ല മാസ്റ്റർ, എനിക്ക് പറയാൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസം, അടുത്ത ദിവസം മാസ്റ്റർ ശ്രീരാമകൃഷ്ണദേവൻ ഓർമ്മിപ്പിക്കുകയാണ്, നരൻ ഇന്ന് ചോദിച്ചോളൂ. അന്ന് പോയിരുന്നു അമ്മയുടെ അടുത്ത്, പക്ഷെ ചോദിച്ചില്ല. തിരിച്ചു വരുമ്പോൾ ചോദിച്ചു, മാസ്റ്റർ ചോദിച്ചു, ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചോ അമ്മയുടെ അടുത്ത് ജോലിയുടെ കാര്യം? വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഇല്ല മാസ്റ്റർ, ഗുരുദേവ, എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ ദിവസം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നരേന്ദ്ര ഇന്ന് ചോദിച്ചോളൂ അമ്മയുടെ അടുത്ത്. അന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമിയോട് ചോദിക്കണം, നരൻ ഇന്ന് ചോദിച്ചോ അമ്മയുടെ അടുത്ത് ജോലിയുടെ കാര്യം? വിവേകാനന്ദ സ്വാമി പറഞ്ഞൊരു മറുപടി ഉണ്ട് മാസ്റ്ററുടെ അടുത്ത്, ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഗുരുദേവ, എങ്ങനെയാണ് അമ്മയുടെ മുമ്പിൽ പോയി ഞാൻ ജോലിക്കാരും ചോദിക്കാൻ? രാജാവിന്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും മത്തങ്ങ ചോദിക്കാറുണ്ടോ? രാജാവിന്റെ അടുത്ത് എന്ത് കിട്ടും? രാജാവിന്റെ അടുത്ത് ആരെങ്കിലും നിസ്സാരമായ മത്തങ്ങ ചോദിക്കാറുണ്ടോ? എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് ഞാൻ ജോലിക്കാരെ ചോദിക്കാൻ? ഇനി ഒന്ന് മാത്രമേ അമ്മയോട് പറഞ്ഞുള്ളൂ, പ്രാർത്ഥിച്ചുള്ളൂ. അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രേമം, ഒരു കണ്ടീഷനുമില്ല, നിസ്വാർത്ഥമായ പ്രേമവും അമ്മയെ മനസ്സിലാക്കാനുള്ള കഴിവും അനുഗ്രഹവും, നിസ്വാർത്ഥമായ പ്രേമവും അമ്മയെ ഉൾക്കൊള്ളാനുള്ള കഴിവും, ഇത് മാത്രമേ ഗുരുദേവ ഞാൻ അമ്മയോട് ചോദിച്ചുള്ളൂ. ശ്രീരാമകൃഷ്ണൻ പറയാം, അതിനാണ് ഞാൻ നിന്നെ അയച്ചത്, ഇത് മനസ്സിലാക്കാനാണ് നിന്നെ ഞാൻ അയച്ചത്, ഇത് മാത്രം ഈശ്വരനോട് ചോദിച്ചാൽ മതി. ഇപ്പൊ എന്താണ് സ്വാമിയോട് ചോദിക്കേണ്ടത്? എല്ലാവരെയും സ്നേഹിക്കാൻ, നിസ്വാർത്ഥമായിട്ട് സേവിക്കാനും സ്നേഹിക്കാനുള്ള കഴിവും, സ്വാമിയെ ഉള്ളിലേക്ക് എടുക്കാനുള്ള അനുഗ്രഹവും, ഇത് മാത്രമാണത്രേ ഭഗവാനോട് നമ്മൾ ചോദിക്കേണ്ടത്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഇൻഡ്വലറാണ്, ഞാൻ നിന്റെ അകത്തിരിക്കുന്ന അന്തേവാസിയാണ്, അകത്തിരിക്കുന്ന ആളാണ്. നിന്റെ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാമിയുടെ സ്കൂള് തുറന്നു ജൂൺ മാസത്തിൽ. 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ഇപ്പൊ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് സ്വാമി നമ്മൾ കാണാറുണ്ട്, എപ്പോഴും കുറേ നേരം സ്വാമി ചെലവഴിക്കും. കൊച്ചുകുട്ടികള്, സ്വാമി അവരോട് ഞായറാഴ്ച ദർശനത്തിന് വരാം. സൺഡേ കാലത്ത് വരുമ്പോൾ സ്വാമി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? അവർ പറയും ഇഡ്ഡലി ദോശ എന്ന് പറയും. സ്വാമിക്ക് എത്ര ഇഡ്ഡലി കഴിച്ചു എന്ന് ചോദിക്കും കുട്ടികളോട്. അപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തീരുമാനിച്ചു, സൺഡേസിൽ ഞാൻ 4 വലിയ ഇഡ്ഡലിയാണ്, 4 ഇഡ്ഡലി കഴിക്കില്ല. എന്തിനാണെന്നറിയോ? സ്വാമി വന്ന് എത്ര ഇഡ്ഡലി കഴിച്ചു എന്ന് ചോദിച്ചാൽ സ്വാമിക്ക് സന്തോഷാവല്ലോ. ഞാൻ 4 ഇഡ്ഡലി കഴിച്ചു എന്ന് പറഞ്ഞാൽ സ്വാമിക്ക് സന്തോഷാവല്ലോ. നല്ലോണം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷാവണ പോലെ സ്വാമിക്ക് സന്തോഷാവല്ലോ. ആ സൺഡേ കാലത്ത് ഈ കുട്ടി 4 ഇഡ്ഡലി കഴിച്ചു. 4 ഇഡ്ഡലി കഴിച്ച് ദർശനത്തിന് വന്നിരിക്കുകയാണ്. സ്വാമി അടുത്തേക്കൂടെ പോയി ഒന്നും ചോദിച്ചില്ല, സങ്കടം. അടുത്ത സൺഡേ ചാൻസ് എടുക്കുകയാണ്, അടുത്ത ഞായറാഴ്ച. അന്ന് 4 ഇഡ്ഡലി കഴിച്ചു. 4 ഇഡ്ഡലി കഴിച്ച് സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. വിചാരിച്ചു സ്വാമി ഇപ്പൊ വന്ന് ചോദിക്കും, എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, എന്തായിരുന്നു ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ എത്ര ഇഡ്ഡലി കഴിച്ചു ഇപ്പൊ ചോദിക്കുന്നു വിചാരിച്ചു. കുട്ടി ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സ്വാമി അടുത്ത് വന്നു, ഒന്നും ചോദിച്ചില്ല. ഈ കുട്ടി മിണ്ടാതിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഭഗവാൻ ഈ കുട്ടിയെ പ്രസംഗിക്കാൻ വിളിച്ചു. കുട്ടിയോട് എല്ലാവരോടും സംസാരിക്കാൻ പറഞ്ഞു. മൈക്കിന്റെ അടുത്ത് വന്ന ഈ സ്വാമിയുടെ പാദനമസ്കാരം എടുത്തു, പ്രസംഗിച്ചു കഴിഞ്ഞ് വീണ്ടും ഭഗവാന്റെ അടുത്ത് വന്നു. പാദനമസ്കാരം എടുക്കാൻ വന്നപ്പോ സ്വാമി ചോദിച്ചു, 4 ഇഡ്ഡലി കഴിച്ച എന്തേ ഇത്ര ശബ്ദം കുറവായി എന്ന് ചോദിച്ചു. 4 ഇഡ്ഡലി കഴിച്ചിട്ട് എന്തേ ഇത്ര സൗണ്ട് കുറവായി, ഇത് ഇത്ര ശബ്ദം ഇല്ലാണ്ട് സംസാരിച്ചത്?
ഭഗവാൻ എല്ലാം അറിയുന്നു, സർവന്തർയാമിയാണ്, ഓംനിഷ്യൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് കാണിച്ചു തരാണ്, നിന്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്, നിന്റെ ചിന്ത പോലും എനിക്കറിയാം എന്ന് ഭഗവാൻ കാണിച്ചു തരാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വാമിയുടെ ജോലി ചെയ്താൽ സ്വാമി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ഒറീസയിലെ ഒരു ബാലവികാസ് ഗുരു, വളരെ സിൻസിയർ ആയിട്ടുള്ള ഗുരുവാണ്, പ്രത്യേകിച്ച് ഒറീസയിൽ. അന്ന് ബാലവികാസ് ക്ലാസ് എടുക്കാൻ പോണതിന് മുമ്പ് അമ്മയ്ക്ക് അസുഖമായി. അമ്മയുടെ കാര്യം നോക്കിയിട്ട് വേണം ബാലവികാസ് എടുക്കാൻ പോകാനായിട്ട്, അല്ലെങ്കിൽ സ്വാമിക്ക് ഇഷ്ടാവില്ല. അമ്മയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്ത് മരുന്നെല്ലാം കൊടുത്ത് ബാലവികാസ് ക്ലാസ്സിന് പോണ സമയത്ത് ഇവർ വിചാരിക്കണ എല്ലാ കുട്ടികളും പോയി കാണും. ക്ലാസ്സിന്റെ സമയം വൈകി, കാണാത്തതുകൊണ്ട് എല്ലാ കുട്ടികളും പോയി കാണുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ എത്തുകയാണ്, ക്ലാസ്സിലേക്ക് എത്തുകയാണ്. കുട്ടികളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികളെ ഗുരുവിനോട് ചോദിച്ചു, ഗുരുമാ, അമ്മ എന്നാ വിളിക്കണേ, ഗുരുമാ എങ്ങനെ ഇത്ര വേഗം ഡ്രസ്സ് മാറ്റിയെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇത്ര വേഗം ഡ്രസ്സ് മാറ്റി സംഭവിച്ചത്? ഈ ഗുരു വരുന്നത് വരെ ഗുരുവിന്റെ രൂപത്തില് സ്വാമി അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ആ ധരിച്ച ഡ്രസ്സ് വേറെ ആയതുകൊണ്ടാണ് ഈ കുട്ടികൾ ചോദിച്ചത്. ഒരു മിനിറ്റ് കൊണ്ട് ഇവരെത്തിയപ്പോൾ സ്വാമി അപ്രത്യക്ഷമായി, ഗുരുവിന്റെ രൂപത്തിൽ സ്വാമി അപ്രത്യക്ഷമാം. ഈ കുട്ടികൾ ചോദിച്ചു, അമ്മ, ഗുരുമാ എങ്ങനെയാണ് ഇത്ര വേഗം ഡ്രസ്സ് മാറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇതാണ് സത്യം. ഭഗവാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാമി നമ്മുടെ ജോലികളെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭഗവാനെ എങ്ങനെ കിട്ടുക എന്ന് സ്വാമി വിശദമാക്കുന്നുണ്ട്. സ്വാമി പറയാണ്, നോട്ട് ബൈ നാദ, പാടിയത് കൊണ്ട് എന്നെ കിട്ടില്ല. നോട്ട് ബൈ വേദ, അറിവ് നേടിയത് കൊണ്ട് എന്നെ കിട്ടുക. വേദ എന്ന് പറഞ്ഞ അറിവ് എന്നാണ് ഇവിടെ അർത്ഥം. നാദ എന്ന് പറഞ്ഞ പാട്ട്, മ്യൂസിക്കാണ്. പാട്ടിലൂടെ എന്നെ കിട്ടില്ല, സംഗീതത്തിലൂടെ എന്നെ കിട്ടില്ല, അറിവിലൂടെ എന്നെ കിട്ടില്ല. ഓൺലി ബൈ ഭക്തി, ഭക്തി കൊണ്ട് മാത്രമേ നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ ആ ഭക്തി എന്താന്ന് പറയുന്നുണ്ട്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? സ്വാമി പറയാണ്, ഭക്തി എന്ന് പറഞ്ഞാൽ ആരോടും ദേഷ്യമില്ലാത്ത അവസ്ഥ, എല്ലാവരെയും സ്നേഹിക്കുന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ഭക്തി എന്ന് സ്വാമി വിളിക്കുക. അങ്ങനെ ഭസ്മം തൊട്ടുകൊണ്ടോ അമ്പലത്തിൽ പോയത് കൊണ്ടോ എല്ലാ ദിവസവും സ്വാമിയുടെ ജോലി, സ്വാമി ഇതൊന്നും അല്ല ഭക്തി. ഇതൊക്കെ വേണം. എന്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്? എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി, ആരെയും വെറുക്കാതിരിക്കാൻ വേണ്ടി. എല്ലാവരോടുള്ള സ്നേഹവും സന്തോഷവും ദുഃഖവും വന്നാൽ രണ്ടും ഒരേപോലെ കാണാനുള്ള കഴിവാണ് അത്ര ഭക്തി. അപ്പൊ ഭക്തിക്ക് രണ്ട് സവിശേഷതകൾ സ്വാമി പറയുന്നുണ്ട്. ഒന്ന്, എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ് ഭക്തിയുടെ അടയാളാണ്. എല്ലാവരിലും സ്വാമിയെ കാണുന്നതാണ് ഉദാത്തമായ ഭക്തി. രണ്ട്, ജീവിതത്തിൽ സന്തോഷം വന്നാലും ജീവിതത്തിൽ ദുഃഖം വന്നാലും ഒരേപോലെ കാണാനുള്ള കഴിവ്, അതും ഭക്തിയുടെ അടയാളമാണത്രേ. ഒരു സ്ഥലത്തൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ഈ ബിഷപ്പ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രസംഗിക്കാൻ പോകും. ബിഷപ്പ് പ്രസംഗിക്കാൻ പോകുന്നത് പറയുക, സാധാരണ ബിഷപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരനുണ്ട്, നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഈശ്വരനുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. രണ്ടാമത് ഈ ബിഷപ്പ് പറയും, യേശുദേവൻ പറഞ്ഞതുപോലെ, നിന്നെ പോലെ നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിന്റെ അയൽക്കാരനെ ഈ രണ്ട് കാര്യങ്ങളെ ബിഷപ്പ് പറയാറ്. ഒന്ന്, ഈശ്വരൻ നിന്റെ ഉള്ളിലുണ്ട്. രണ്ട്, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇപ്പൊ ബിഷപ്പിന്റെ കൂടെ ഒരു അച്ഛനുണ്ട്, പള്ളിയിൽ അച്ഛൻ, പ്രീസ്റ്റ്. അച്ഛൻ ഫാദർ ബിഷപ്പിനോട് ചോദിച്ചോ, പിതാവേ ഈ പറയുന്നത് എനിക്കറിയാം, ഈശ്വരൻ ഉള്ളിലുണ്ടെന്നും എന്നെ പോലെ എൻ്റെ അയൽക്കാരെ ഞാൻ എന്നെ സ്നേഹിക്കണ പോലെ എൻ്റെ നൈബേഴ്സിനെ സ്നേഹിക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ പിതാവേ ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കി? അറിവ് എനിക്കുണ്ട്, ഇതെങ്ങനെ പ്രാവർത്തികമാക്കുക? സുന്ദരമാണ് ബിഷപ്പ് പറഞ്ഞ മറുപടി, അതിസുന്ദരമാണ്. ബിഷപ്പ് പറഞ്ഞു, നടക്കാൻ
കൊച്ചു കുഞ്ഞുങ്ങള് 7 വയസ്സ് 8 മാസമായ കുട്ടികളെ നമ്മൾ നടത്താൻ ശ്രമിക്കാൻ ബിഷപ്പ് പറഞ്ഞു, നടന്നുകൊണ്ട് പഠിക്കുന്നത് പോലെ നടന്നാൽ മാത്രമേ നടക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. നീന്തിക്കൊണ്ട് പഠിക്കുന്നത് പോലെ, റൈഡിങ് സൈക്കിൾ അത് സൈക്കിൾ ചവിട്ടി പഠിക്കുന്നത് പോലെ, ചവിട്ടിക്കൊണ്ട് പഠിക്കുന്നത് പോലെ, നടന്നുകൊണ്ട് പഠിക്കുന്നത് പോലെ, നീന്തിക്കൊണ്ട് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നീന്തലിലൂടെ മാത്രമേ നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ. നടന്നുകൊണ്ട് മാത്രമേ നടക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. വണ്ടി ഓടിക്കുന്നത് ഓടിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. റൂമിലിരുന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. അതുപോലെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ സ്നേഹിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മാത്രമേ എങ്ങനെയാ സ്നേഹിക്കാന്ന് പഠിക്കാൻ പറ്റും. സുന്ദരമായ ഉത്തരമാണ് ബിഷപ്പ് ആ പുരോഹിതനോട് പറഞ്ഞത്. സറണ്ടർ എന്നുള്ള വാക്കിന് സ്വാമി സുന്ദരമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ് ശരണാഗതി എന്ന് പറഞ്ഞാൽ? ഈശ്വരൻ ഒരു ഗ്ലാസ്സിലെ വെള്ളമാണ്. ആ വെള്ളത്തില് പഞ്ചസാര എടുത്തിടുകയാണ്. പഞ്ചസാര അങ്ങോട്ട് ഇളക്കാൻ, സ്പൂണോട്ട് ഇളക്കാൻ, സ്റ്റെയർ ചെയ്യാണ്. പഞ്ചസാര അലിഞ്ഞു ചേർന്നു വെള്ളത്തില്. പഞ്ചസാര അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ പോയി ആ ഗ്ലാസ്സിലുള്ള പഞ്ചസാരയോട് ചോദിക്കുകയാണ്, ഷുഗർ വേർ ആർ യു? എവിടെയാ നീ? എനിക്ക് നിന്നൊന്ന് കാണണം. വെള്ളത്തിൽ അലിഞ്ഞ ചേർന്ന പഞ്ചസാരയോട് നമ്മൾ ചോദിക്കുകയാണ്, ഷുഗർ, പഞ്ചസാര, നീ എവിടെയാണ്? എനിക്ക് നിന്നൊന്ന് കാണണം. പഞ്ചസാര ഇങ്ങനെ ഉത്തരം പറയത്രേ, സർ സ്റ്റോപ്പ് ആസ്കിങ്, എന്നോട് ഇനി ചോദിക്കരുത്. ഞാൻ ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഈശ്വരൻ, വെള്ളം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെതായി മാറിക്കഴിഞ്ഞു. എനിക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. എനിക്കൊരു വേറിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് എനിക്കില്ല. ഞാൻ ഈശ്വരന്റെ ഭാഗമായി കഴിഞ്ഞു. പുഴ സമുദ്രത്തിൽ ചേരുമ്പോൾ ഈ താഴേക്കോട് ഒഴുകുന്ന പെരിയാറ് അറബിക്കടലിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പെരിയാറില്ല. പെരിയാറിന്റെ എക്സിസ്റ്റൻസ് തീർന്നു. പിന്നെ അറബിക്കടൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണോ പെരിയാർ ചെന്ന അറബിക്കടലിനോട് ചേരുന്നത്, എങ്ങനെയാണോ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് വെള്ളത്തിന്റെ ഭാഗമായി തീരുന്നത്, സ്വാമി പറയാണ്, അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വരൻ്റേത് മാത്രമായിട്ട് ഇങ്ങനെ തീരുകയാണെങ്കിൽ അതാണ് അത്ര സറണ്ടർ. ഭഗവാൻ ഒന്നുകൂടി അതിനെക്കുറിച്ച് പറഞ്ഞു. സറണ്ടർ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. എന്താണോ സ്വാമി നിശ്ചയിക്കുന്നത് അത് സ്വീകരിക്കാം, ചോദ്യമില്ല. എന്താ ഭഗവാൻ നിശ്ചയിച്ചാൽ അതുപോലെ ആക്സെപ്റ്റ് ഹിസ് വിൽ. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകമായൊരു എക്സിസ്റ്റൻസ് ഇല്ലാന്ന് മനസ്സിലാക്കാം. അറബിക്കടലിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പെരിയാർ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അറബിക്കടലാണ്. വെള്ളത്തിൽ പഞ്ചസാര കലങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാരയില്ല, പിന്നെ അത് വെള്ളത്തിന്റെ ഭാഗമാണ്. അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വാമിയുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വാമിയുടെ മാത്രമായിട്ട് നമ്മളിങ്ങനെ തീരുമ്പോൾ ഭഗവാൻ പറയാണ്, എന്ത് സ്വാമി തീരുമാനിച്ചാൽ അതാണ് എൻ്റെ തീരുമാനം എന്ന് വിചാരിക്കുമ്പോൾ അതാണത്രേ ശരണാഗതി. ഭഗവാൻ എപ്പോഴും നമുക്ക് പറഞ്ഞു തരാറുണ്ട്, ഗുഡ് കമ്പനി എന്ന് പറയാറുണ്ട്, നല്ല കൂട്ടുകെട്ട് വേണമെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. നല്ല കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പാണോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണോ ഒക്കെ നമ്മൾ അതാണ് ശരി. അങ്ങനെയുണ്ട്, അങ്ങനത്തെ കൂട്ടുകെട്ടുമുണ്ട്. അതിനപ്പുറത്ത് സ്വാമി പറയുകയാണ്, നല്ല ചിന്തകള്, ചീത്ത ചിന്തകള്. നല്ല ചിന്തകളുടെ കൂട്ടുകെട്ടാണ് നിനക്കുള്ളതെങ്കിൽ നീ നല്ലവനായിട്ട് മാറും. ചീത്ത ചിന്തകളുടെ കമ്പനിയാണെങ്കിൽ നീ ചീത്തയാണത്രേ കമ്പനി. ഹാവ് ഗുഡ് കമ്പനി എന്ന് സ്വാമി പറയുന്നതിന്റെ ഒരർത്ഥം ഇതാണ്. സത്സംഗം, നല്ല ആളുകളുമായിട്ട് കൂടണമെന്നുള്ള ഒരർത്ഥമുണ്ട്. വേറൊരർത്ഥം ഇതാണത്രേ, വേറെ ആരും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് ഗുഡ് കമ്പനിയാണ്. ഞാൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗുഡ് കമ്പനിയാണ്. സ്ക്രിപ്റ്റേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗുഡ് കമ്പനിയാണ്. നല്ല ചിന്തകൾ മാത്രം എൻ്റെ മനസ്സിൽ വരികയാണെങ്കിൽ ഇത് ഗുഡ് കമ്പനിയാണ്. സ്വാമി പറയാണ്, നല്ല ചിന്തകളാണ് കൂട്ടുകാരെങ്കിൽ നീ നല്ലവനായിട്ട് മാറും. ചീത്ത ചിന്തകളാണ് കൂട്ടുകാരെങ്കിലോ നീ ചീത്തയായിട്ട് മാറും.
അപ്പൊ നല്ല കമ്പനി എന്ന് പറഞ്ഞാൽ ആളുകൾ മാത്രമല്ല, നമ്മുടെ ചിന്തകളും നല്ല ചിന്തകളായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്, നെഗറ്റീവ് ചിന്തകളല്ല. ഒരു ദിവസം ഭഗവാനോട് ഒരു ലേഡി ഡിവോട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്വാമി, ഞാൻ സേവനം ചെയ്യണ സമയത്ത് സ്വാമി ഇങ്ങനെ ഒപ്പം ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. സ്വാമിയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ കൂടെ സ്വാമി ഉണ്ട് എന്ന് എനിക്കിങ്ങനെ എപ്പോഴും തോന്നാറുണ്ട് സേവനം ചെയ്യണ സമയത്ത്. ഇവര് ഭഗവാനുടെ സ്വാമി, അത് സ്വാമി ശരിക്കും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണോ അതോ എൻ്റെ ഈഗോ കൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നുന്നത്, എൻ്റെ ഞാൻ എന്നുള്ള ഭാവം കൊണ്ടാണോ എനിക്ക് അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും സ്വാമി ഉണ്ട് തോന്നുന്നത്, സ്വാമി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണോ അതോ എൻ്റെ ഞാൻ എന്നുള്ള ഭാവം കൊണ്ടാണോ എനിക്ക് തോന്നുന്നത്? ഗംഭീരമാണ് സ്വാമി കൊടുത്ത മറുപടി. സ്വാമി പറഞ്ഞു, നീ എൻ്റെ ജോലി ചെയ്യുമ്പോ, ശ്രദ്ധിക്കണം നമ്മള്, നീ എൻ്റെ ജോലി ചെയ്യുമ്പോ, നീ സേവനം ചെയ്യുമ്പോ നിന്നെ കുറിച്ച് നീ ആലോചിക്കുന്നില്ലെങ്കിൽ, നീ സേവനം ചെയ്യുമ്പോ നിന്നെ കുറിച്ച് നീ ആലോചിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇഗോ ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ സേവനം ചെയ്യുമ്പോൾ സ്വാമിക്കൊക്കെ കാണുന്നുണ്ടാവോ, പുട്ടപുറത്തിൽ പോയ സ്വാമി ചോദിക്കും, അങ്ങനെ ആലോചിച്ചു പലപ്പോഴും സേവനം ചെയ്യും. ഭഗവാൻ പറയാണ്, നീ സേവനം ചെയ്യുമ്പോൾ നിന്നെ കുറിച്ച് നീ ആലോചിക്കുന്നില്ലെങ്കിൽ, നിന്നെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലെങ്കിൽ അവിടെ ഇഗോ ഉണ്ടാവില്ല, ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവും. എപ്പോഴാണ് സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാവുക? നമ്മൾ സേവനം ചെയ്യുമ്പോൾ, നമ്മൾ സ്വാമിയുടെ ജോലി ചെയ്യുമ്പോൾ, സ്വാമി തന്ന ജോലി ചെയ്യുമ്പോൾ എപ്പോഴാ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുക? ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാതെ, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ എൻ്റെ ഭഗവാനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പറയണം, ആ സമയത്താണത്രേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളെല്ലാവരും സ്വാമിയുടെ ഉപകരണങ്ങളാണെന്ന് പറയാറുണ്ട്. സ്വാമിയുടെ കയ്യിലുള്ള ഉപകരണങ്ങളാണ് നമ്മളൊക്കെ. ഒരിക്കലും ഡിവോട്ടി ഭഗവാനോട് ചോദിച്ചു, സ്വാമി, സ്വാമിയുടെ കയ്യിലുള്ള ഉപകരണം എന്നുള്ള നിലയിൽ എൻ്റെ കർത്തവ്യം എന്താണ്, എൻ്റെ കടമ എന്താണ്, എൻ്റെ റോൾ എന്താണ്, എൻ്റെ പങ്ക് എന്താണ്? സ്വാമിയുടെ കയ്യിലുള്ള ഉപകരണം എന്നുള്ള നിലയിൽ എൻ്റെ പങ്ക് എന്താണ്, എൻ്റെ റോൾ എന്താണ് സ്വാമിയുടെ മിഷനിൽ? ഭഗവാൻ പറഞ്ഞു, നിനക്ക് മണ്ണിലൊരു കുഴി കുത്തണം എന്ന് വിചാരിക്കൂ. ആ മണ്ണിലൊരു കുഴി കുത്താനായിട്ട് നീ ക്രോബാർ, ഇവിടെയൊക്കെ ഇളങ്ക് എന്ന് പറയും, തൃശ്ശൂരൊക്കെ, കാസർഗോഡ് എന്താ പറയുക എനിക്കറിയില്ല, ക്രോബാർ, നീ ഒരു ക്രോബാർ എടുത്ത് മണ്ണിലൊരു കുഴി കുത്താൻ നോക്കുകയാണെങ്കിൽ ആ ക്രോബാറിന് 3 ഗുണങ്ങൾ വേണം. നിന്റെ കയ്യിലിരിക്കുന്ന ക്രോബാറിന് 3 ഗുണങ്ങൾ വേണം. ഒന്ന്, അത് ഷാർപ്പായിരിക്കണം, അറ്റത്ത് നല്ല മൂർച്ച ഉണ്ടാവണം, നല്ല മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. 2, അത് സ്ട്രോങ് ആയിരിക്കണം, നല്ല ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. 3, അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, വളയാതിരിക്കണം. ഷാർപ്പ്, സ്ട്രോങ്, സ്ട്രെയിറ്റ്, 3 എസ്സുകൾ ശ്രീ സത്യ സായി സ്വാമി പറഞ്ഞു. ഈ 3 ഗുണങ്ങൾ ആർക്കാണുള്ളത്? ഭഗവാൻ ആ 3 ഗുണങ്ങൾ വേറെ രീതിയിൽ സ്വാമി പറയാണ്. ഒരു ഇൻസ്ട്രുമെന്റിന് വേണ്ട 3 ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാൻ പറഞ്ഞു, ഒന്ന് വേണ്ടത് പ്യുവറായിരിക്കണം, അവിടെ ഷാർപ്പായിരിക്കണം ആ ക്രോബാറെങ്കിൽ. സ്വാമിയുടെ കയ്യിലുള്ള ഒരു ഉപകരണം പരിശുദ്ധമായിരിക്കണം, പ്യുവറായിരിക്കണം. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം, ഗുഡായിരിക്കണം, നല്ലതായിരിക്കണം, നല്ല ഉപകരണമായിരിക്കണം, പരിശുദ്ധമായ ഉപകരണമായിരിക്കണം, ഈശ്വരന്റെ അനുഗ്രഹമുള്ള ആളായിരിക്കണം. ഭഗവാന്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ 3 ഗുണങ്ങൾ. ഒരു ക്രോബാറിന് ഷാർപ്പായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ സ്വാമി പറയുകയാണ്, സ്വാമിയുടെ കയ്യിലുള്ള ഒരു ഉപകരണത്തിന് വേണ്ടത് ഗുഡായിരിക്കണം, നല്ലവനായിരിക്കണം, പ്യുവറായിരിക്കണം, പരിശുദ്ധനായിരിക്കണം, ഗുഡായിരിക്കണം, പ്യുവറായിരിക്കണം, ഈശ്വരന്റെ അനുഗ്രഹമുള്ള ആളായിരിക്കണം. ഇത് ഭഗവാൻ പറയുകയാണ്. നമുക്കറിയാം, ഭഗവാൻ ഭാവപ്രിയനാണ്, ബാഹ്യപ്രിയനല്ല. ഏത് ഭാവത്തോടു കൂടിയാ നമ്മൾ ചെയ്യണേന്ന് സ്വാമി മാത്രമേ നോക്കുള്ളൂ. എന്താ ചെയ്യണേ സ്വാമി നോക്കില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ,
സ്വാമി എഫർട്ട് മാത്രമേ നോക്കുള്ളൂ, റിസൾട്ട് നോക്കില്ല. ഏത് ഭാവത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അത് മാത്രമേ സ്വാമി നോക്കുള്ളൂ. അതിന്റെ റിസൾട്ട് സ്വാമി ചെയ്തോളൂ. അത് ഭാവപ്രിയനാണ് ഭഗവാൻ. ഏത് ഭാവത്തോടു കൂടി ചെയ്യുന്നു അത് സ്വാമി മനസ്സിലാവാൻ സ്വാമി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. രണ്ടുപേരെ ഗംഗാ നദിയിൽ കുളിക്കുകയാണ്, അടുത്തടുത്ത് നിന്ന് കുളിക്കുകയാണ് ഗംഗയിൽ. അപ്പൊ ഒരാള് മുങ്ങണ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഗംഗാ മാതാവേ എന്ന് വിളിച്ചിട്ടാണ് മുങ്ങണത്, എന്റെ ഗംഗാ മാതാവേ എന്ന് വിളിച്ച് മുങ്ങാണ്. ഇത് കേട്ടോ രണ്ടാമത്തെ ആൾക്ക് തമാശ, എന്ത് ഗംഗാ മാതാവ്, ഇത് വെറും H2O വാട്ടർ, ഇത് വെറും വെള്ളാണെന്ന് വിചാരിച്ച് മുങ്ങാണ്. സ്വാമി പറഞ്ഞു, ആദ്യത്തെ ആൾക്ക് അകത്തും പരിശുദ്ധമാകും പുറത്തും പരിശുദ്ധമാകും. എന്റെ ഗംഗാ മാതാവിലാണ് ഞാൻ മുങ്ങണെന്ന് വിചാരിച്ചാൽ അകത്തും പരിശുദ്ധമായി പുറത്തും പരിശുദ്ധമായി. രണ്ടാമത്തെ ആള് ഇത് വെറും വെള്ളമാണെന്ന് വിചാരിച്ചാൽ പുറത്ത് മാത്രമേ ചളി ഉള്ളൂ, അകത്ത് ചളി അതുപോലെ തന്നെ ഇരിക്കും. ഇത് പറഞ്ഞിട്ടാണ് സ്വാമി പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞു, ഈശ്വരൻ ഭാവപ്രിയനാണ്, ബാഹ്യപ്രിയനല്ല എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. ഭഗവാന്റെ അടുത്തെത്താനുള്ള ആഗ്രഹം തീവ്രമായിരിക്കണത്രേ. സ്വാമിയെ ചിന്തിക്കാനും മനസ്സിൽ സ്വാമിയെ കാണാനുള്ള നമ്മുടെ ആഗ്രഹം തീവ്രമായിരിക്കണം, അതിശക്തമായിരിക്കണം. മനസ്സിലാവാൻ സ്വാമി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണനെയും കൊണ്ട് ജയിലിൽ നിന്ന് വസുദേവന് കുട്ടിയെ മാറ്റിയല്ലോ, യമുനാ തീരത്തേക്ക് വരികയാണ്, നടന്നു പോണം. ഉണ്ണികൃഷ്ണനെ തലയിലുള്ള നമ്മൾ ആ ചിത്രം വരച്ച ചിത്രങ്ങൾ തലയിൽ കൊട്ടയിൽ വെച്ചു. നദിയിൽ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് നദിയിലെ ജലം ഉയരാൻ തുടങ്ങി. സ്വാമി പറഞ്ഞതാണ്, നദിയിലെ ജലം ഉയരാൻ തുടങ്ങി. വസുദേവരുടെ കഴുത്ത് വരെ വെള്ളമായി, പേടിയായി, കുഞ്ഞു മുകളിലിരിക്കുക, എന്താ ചെയ്യ? ഭഗവാൻ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ കുഞ്ഞ് കൊട്ടയിൽ എഴുന്നേറ്റിരുന്ന ആ കാല് വെള്ളത്തിലേക്ക് ഇട്ട് ഒരു തട്ട് കൊടുത്തു അത്രേ. ഉയർന്നു വന്ന വെള്ളം താന്നുപോയി. നദി വസുദേവരോട് പറഞ്ഞൊരു വാചകം സ്വാമി പറയുന്നുണ്ട്, അങ്ങയെ ഭയപ്പെടുത്താനല്ല ഞാൻ ഉയർന്നത്, വെള്ളം ഉയർന്നത് അങ്ങയെ ഭയപ്പെടുത്താനല്ല, ഭഗവാന്റെ പാദസ്പർശം കിട്ടാൻ വേണ്ടി, ഭഗവാന്റെ തട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ പാദം ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഉയർത്തിയത്. പറഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, സ്വാമിയെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടൊന്ന് തൊടാനുള്ള ആഗ്രഹം, ഹൃദയം കൊണ്ട് ഭഗവാനെ ഒന്ന് തൊടാനുള്ള ആഗ്രഹം തീവ്രമാകുന്ന സമയത്ത് സ്വാമി അത് കേൾക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വേറെ നോക്കേണ്ടത്, നമ്മൾ ഭഗവാനോടൊരു വാക്ക് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പറയാനായിട്ട്. പുട്ടപർത്തിയിലോ ലക്ഷ്മണനൊക്കെ ഓർമ്മയുണ്ടാവും. ഇന്ന് എന്താണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ആണെങ്കിൽ പണ്ടൊരു ഐസ്ക്രീം പാർലർ, അതായത് ഇന്നത്തെ യജുർമന്ദിറിന്റെ പുറകില് ഇന്ന് സ്റ്റോറായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഒരു ഐസ്ക്രീം പാർലർ. ഐസ്ക്രീം പാർലറിന്റെ അടുത്തൊരു സ്റ്റേഷനറി ഷോപ്പ്, സ്റ്റേഷനറി ഷോപ്പിന്റെ അടുത്തൊരു വെജിറ്റബിൾ ഷോപ്പ്. ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെയുള്ള കടകൾ മാത്രമാണ് അന്ന് പുട്ടപർത്തിയിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നും ഇല്ല. 80-ൽ 81, 82, 80 ഒക്കെ. ആ സ്റ്റോറിന്റെ മുഴുവൻ ഇൻചാർജിന്റെ പേരാണ് വാച്ച. വാച്ച സ്റ്റോർ എന്നാണ് അതിനെ വിളിക്കുക. കുറച്ചു കാലം കഴിഞ്ഞ് KL ദാസ് അതിന്റെ ഉത്തരവ് KL ദാസ് സ്റ്റോർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ വാച്ച ചിലരെങ്കിലും കണ്ടു കാണും, പഴയ ആൾക്കാർ ഇങ്ങനെ കൂനി ഇങ്ങനെ നടക്കും. അദ്ദേഹം മെലിഞ്ഞ്. വാച്ച ഒരിക്കൽ പോയി വരണ സമയത്ത് ഒരു ആക്സിഡന്റ് ആയി കാലൊടിഞ്ഞു. ദസറയുടെ സമയമായി. വാജയ്ക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ദസറ പൂർണ്ണാഹുതിയൊക്കെ ആവണതിന് മുമ്പ് കാലിലെ ഫ്രാക്ചർ ഒന്ന് ഒഴിക്കണം, കട്ട് ചെയ്ത് കളയണം. സ്വാമിക്കൊരു കത്ത് എഴുതി. സ്വാമിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞാണ് കത്ത് എഴുതിയത്, ഭഗവാനാണ് എൻ്റെ ഡോക്ടർ. അത് കഴിഞ്ഞ് ചേർമ വന്നിങ്ങനെ ഇരിക്കും സ്വാമി ദർശനത്തിന്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ എടുത്തു വന്ന് വാജയോട് ചോദിച്ചു, ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ അതേ പറഞ്ഞു, സ്വാമി 15 ദിവസം കഴിഞ്ഞ പ്ലാസ്റ്റർ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അടുത്ത ദിവസം വാജയുടെ അടുത്ത് വന്ന് സ്വാമി വീണ്ടും ചോദിക്കുകയാണ്, വാച്ച സ്വാമി ഡോക്ടർ എന്ത് പറഞ്ഞു? വാജ വീണ്ടും ചോദിക്കണേന്ന് വിചാരിച്ചു. പറഞ്ഞു, സ്വാമി 15 ദിവസം കഴിഞ്ഞാൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം സ്വാമി ഇതൊന്ന് ചോദിച്ചു വാജയുടെ അടുത്ത്, വാച്ച ഡോക്ടർ എന്ത് പറഞ്ഞു?
സ്വാമി 15 ദിവസം കഴിഞ്ഞാൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അന്ന് തിരിച്ചു പോയിട്ട് വൈഫിനോട് പറഞ്ഞു, 3 ദിവസമായി ഭഗവാൻ ചോദിക്കുന്ന ഒരേ ചോദ്യം, എന്തായിരിക്കും കാരണം? വൈഫ് ചോദിച്ചു, നിങ്ങൾ സ്വാമിക്ക് ഒരു കത്ത് കൊടുത്തില്ലേ? ആ കത്തിൽ നിങ്ങൾ എന്താ എഴുതിയിരുന്നത്? വാജ പറഞ്ഞു, സ്വാമിയാണ് എൻ്റെ ഡോക്ടർ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിയാണ് ഡോക്ടറെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പറയാൻ പോയത്? പിറ്റേ ദിവസം 4ാമത്തെ ദിവസം സ്വാമി എടുത്തു വന്നു. വാജയുടെ അടുത്ത്, വാച്ച ഡോക്ടർ എന്ത് പറഞ്ഞു? വാജ പറഞ്ഞു, മാപ്പ് സ്വാമി, സ്വാമിയാണ് എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞു. കത്തിൽ എഴുതി അതേ വാചകം പറഞ്ഞു, സ്വാമിയാണ് എൻ്റെ ഡോക്ടർ. സ്വാമിയാണ് എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നാളെ പ്ലാസ്റ്റർ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. നോക്കൂ, ഭഗവാൻ എഴുതി കൊടുത്ത് സ്വാമിയാണ് ഡോക്ടർ എന്ന്. പിന്നെ 3 ദിവസം പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ കാര്യം, ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എപ്പോഴാണോ ആ കത്തിൽ കൊടുത്ത അതേ വാചകം പറഞ്ഞത്, സ്വാമിയാണ് എൻ്റെ ഡോക്ടർ, സ്വാമി പറയണ പോലെ ചെയ്യാം, സ്വാമി ഒരു നാളെ പോയിട്ട് കട്ട് ചെയ്തോളാൻ പറഞ്ഞു പ്ലാസ്റ്റർ. വലിയൊരു സത്യം സ്വാമി കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, എഴുതിയാൽ മാത്രം പോരാ, ആ പറഞ്ഞതിൽ നമുക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ടാവണം. ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈശ്വരന്റെ കൂടെയാണ്, നിങ്ങൾ സർവേശ്വരന്റെ കൂടെയാണ്. നിങ്ങൾ സർവേശ്വരന്റെ കൂടെ ആയതുകൊണ്ട് സർവേശ്വരന്റെ ഗുണങ്ങൾ നിങ്ങൾ നേടണം. സർവേശ്വരന്റെ കൂടെ വെറുതെ ഇരുന്നാൽ പോരാ, സർവേശ്വരന്റെ ഗുണങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കണം. ഇത് മനസ്സിലാവാൻ സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഉദാഹരണം, നമുക്ക് ലക്ഷ്മണൻ അല്ലെങ്കിൽ സതീഷ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്പ്രേ ഉപയോഗിച്ച് വരികയാണ്. ഷട്ടിമയൊക്കെ സ്പ്രേ അടിക്കില്ല ചില ആളുകൾ. സ്പ്രേ അടിച്ചു വരികയാണ്, കയ്യുമേ സ്പ്രേയുടെ മണമുണ്ട്. ഞാൻ ലക്ഷ്മണനെയോ സതീഷിനെയോ കാണുമ്പോൾ ഞാൻ സൈറ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, അങ്ങനെ കൈ കൊടുത്താൽ അവരുടെ കയ്യിലുള്ള സുഗന്ധം എൻ്റെ കയ്യിലേക്ക് വരും. അല്ലെ, നമുക്ക് ആരെങ്കിലും ഷെയ്ക്കിൻ്റെ കൊടുത്ത് നമുക്ക് ചിലപ്പോൾ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ ഷെയ്ക്കൻഡ് കൊടുക്കണേന്ന് വെച്ചാൽ അവരുടെ കയ്യിലെ ആ സ്പ്രേയുടെ മണം നമ്മുടെ കയ്യിലേക്ക് വരും. നമുക്കത് അനുഭവമാണ്. ഭഗവാൻ പറയണം, അതുപോലെ ഒരു സ്പ്രേ അടിച്ച ഒരാളുടെ കൈ തൊടുമ്പോൾ ആ സുഗന്ധം നിന്റെ കയ്യിലേക്ക് പ്രവഹിക്കുന്നത് പോലെ, ആവാഹിക്കുന്നത് പോലെ ഈ സ്വാമിയുടെ കൂടെ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഭഗവാന്റെ ഗുണങ്ങൾ നീ സ്വായത്തമാക്കണം, ഭഗവാന്റെ ഗുണങ്ങൾ നീ സ്വന്തമാക്കണം എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ പറയാണ്, ഒരു മിറർ, കണ്ണാടി എന്റെ നേരെ ഞാൻ പിടിക്കണം. എന്റെ നേരെ പിടിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന് സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞു. ഉത്തർപ്രദേശിലാണ് സമ്മർ, വേനൽക്കാലത്ത്, അന്ന് ഇതുപോലെ വാട്ടർ കൂളറൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ. ഉന്തുവണ്ടികളിൽ വലിയൊരു ഡ്രമ്മിൽ വെള്ളം, കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ കൊണ്ടുപോകും. ഭഗവാൻ പറഞ്ഞതാണ്, ഇപ്പൊ വലിയ സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞാൽ ഈ 4-5 ഉന്തുവണ്ടിയിലുള്ള വെള്ളം ഇങ്ങനെ കമ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് വരും. ആരാണോ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നത് ആ വാട്ടർ ബോട്ടിലെല്ലാം വെള്ളം നിറച്ചു കൊടുക്കും. അങ്ങനെ വെള്ളം നിറച്ചു കൊടുക്കുന്ന സമയത്ത് ഒരാളെ ഈ വെള്ളം ഉന്തിക്കൊണ്ട് വരുന്ന ആളോട് ചോദിച്ചു, തന്റെ പാത്രത്തിന് വൃത്തിയുണ്ടോ എന്ന് ചോദിച്ചു. ഈ പാത്രത്തിന് വൃത്തിയുണ്ടോ? ഉടനെ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആള് പറഞ്ഞു, അങ്ങൊരു പാത്രത്തിലേക്ക് ഒഴിക്കണില്ലേ, നമ്മുടെ ഉള്ളകത്ത് അങ്ങൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നില്ലേ, ആ പാത്രത്തിനേക്കാൾ വൃത്തിയുണ്ട് എൻ്റെ പാത്രത്തിനെന്ന് പറഞ്ഞു. അങ്ങ് ഒഴിക്കണ പാത്രത്തിന്, ഇത് സ്വാമി പറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം മലിനമായ കാര്യങ്ങൾ ഉണ്ടെന്ന് സ്വാമി സൂചിപ്പിക്കണം. ഭഗവാൻ പറയും, ഇവിടെ ശുദ്ധമാക്കണം, ഇവിടെ പരിശുദ്ധമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വേറെന്ന് ഭഗവാൻ പറയുന്നത്, ഒരു ദിവസം ഒരു വിദ്യാർത്ഥി സ്വാമിയുടെ മുമ്പില് വൃന്ദാവനത്തിലെ ത്രയില് പ്രസംഗിക്കുകയാണ്. സ്വാമി വിദ്യാർത്ഥി പ്രസംഗിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമി ആ ജൂലൈയിൽ ഇങ്ങനെ ചാരിക്കടന്നു 2 മിനിറ്റ് പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഭഗവാൻ വാർഡൻ സാറിനോട് പറഞ്ഞു, ഗേറ്റിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഗേറ്റിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, പ്രായമുള്ള ഒരാളുണ്ട്, വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പേരും പറഞ്ഞു കൊടുത്തു. സ്വാമി ഇന്ന പേരാണ്, അയാളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. വാർഡൻ സാർ ഓടിപ്പോയി. അവിടെ നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. സന്ധ്യ സമയമാണ്, കാരണം ഭജന കഴിഞ്ഞിട്ടില്ല ത്രയി സ്റ്റേഷൻ. വാർഡൻ സാറ് തിരിച്ചു വരുമ്പോഴാണ് ഒരു കടലാസം പിടിച്ചുകൊണ്ട് വയസ്സായ ഒരാൾ ഓടി വരുന്നുണ്ട്. ചോദിച്ചു, നിങ്ങളുടെ പേര് ഇതാണോ? അതെ, സ്വാമി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്വാമിയുടെ അടുത്ത് പോയി. സ്വാമിയുടെ അടുത്ത് പോയിട്ട് സ്വാമി ഇദ്ദേഹത്തിന്റെ കയ്യിൽ കത്തുണ്ട്. ഭഗവാനെ കണ്ട വഴിക്ക് കരഞ്ഞോണ്ട് പറഞ്ഞു, ഭഗവാൻ 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 എന്ന് വിളിച്ചു.
സ്വാമി പറഞ്ഞു, ഐ നോ, ഐ നോ, ഐ നോ, എനിക്കറിയാം. ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ഭഗവാന്റെ അടുത്തേക്ക്, ത്രയിയുടെ അകത്തേക്ക്. ഭഗവാൻ 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 എന്ന് പറഞ്ഞ് ഓടി വരികയാണ് വയസ്സായി ഇദ്ദേഹം. കയ്യിലൊരു കത്തുണ്ട്. സ്വാമി പറഞ്ഞു, എനിക്കറിയാം, എനിക്കറിയാം, എനിക്ക് അറിയാം. അമേരിക്കയില് മകന് ആക്സിഡന്റ് പറ്റി, ആ കത്തുമായിട്ടാണ് അപകടം. സ്വാമി പറഞ്ഞു, എനിക്കറിയാം. അവനോട് പറയൂ, മകനോട് പറയാൻ പറയണം, അവനോട് പറയൂ ഞാൻ കൂടെയുണ്ട് എന്ന് പറയൂ. അവന്റെ കണ്ണിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറഞ്ഞു. അവന്റെ കണ്ണിന് ഒന്നും സംഭവിക്കില്ല എന്ന് സ്വാമി പറഞ്ഞു എന്ന് പറയാൻ, മകനെ വിളിച്ച് പറയാൻ പറയണം, അവന്റെ കൂടെ ഞാനുണ്ട്. സന്തോഷായി. സ്വാമി എന്ന് വിളിക്കാൻ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണ സമയത്താണ് ഓർത്തത് കത്ത് സ്വാമിക്ക് കൊടുത്തില്ല എന്ന് ഓർത്തത്. കത്ത് കയ്യിലിരിക്കുകയാണ്. കത്ത് മേടിക്കണതിന് ഇപ്പൊ സ്വാമി ഒരു അയിനോ അയിനോ എന്ന് പറഞ്ഞു. വീണ്ടും തിരിച്ചു വന്ന് കത്ത് കൊടുക്കാൻ നോക്കണ സമയത്ത് സ്വാമി തമാശയിൽ പറഞ്ഞു, ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നീ എന്താണോ കത്ത്, ഇതാണ് ആലോചിക്കേണ്ടത്, നീ എന്താണോ കത്തിൽ എഴുതിയിരിക്കുന്നത് അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് ഭഗവാൻ. ഇതാണ് നമ്മുടെ സ്വാമി, ഇതാണ് നമ്മുടെ ഭഗവാൻ. ഈ ഭഗവാനെയാണ് നമ്മൾ പൂജിക്കുന്നത്, ഈ ഭഗവാനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് മറക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ദിവസം ഇന്റർവ്യൂ റൂമിൽ എല്ലാം സ്വാമിക്ക് അറിയാന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇന്റർവ്യൂ റൂമിൽ നിന്ന് പെട്ടെന്ന് സ്വാമി പുറത്തു വന്നു. വരാന്തയിലെ ഒരു അധ്യാപകനെ വിളിച്ചു പറഞ്ഞു, എവിടെ ഒരാള് ബോധം കെട്ട് കിടക്കുന്നുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. സ്വാമി അകത്തേക്ക് പോയി. ഈ അധ്യാപകൻ സായി കുൽവന്ത് ഹാളിലെ ജൻ സൈഡ് മുഴുവൻ പോവുകയാണ്, എവിടെയാ നോക്കിയോണ്ട്, അവിടെ ആരുമില്ല. അവസാനം ഈസ്റ്റ് പ്രശാന്തി ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഒരാൾ അപ്പത്തകത്ത് കിടക്കുന്ന ടോയ്ലറ്റിന്റെ ആ ഭാഗത്ത് കിടക്കുന്നുണ്ട്. വേഗം ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്റർവ്യൂ റൂമിൽ നിന്ന് പുറത്തു വന്നാണ് സ്വാമി പറഞ്ഞതെന്ന് ഓർക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറയാണ്, 2 മിനിറ്റും കൂടി കഴിഞ്ഞെങ്കിൽ എനിക്കൊന്നും ചെയ്യേണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വാമി ഓടി വന്ന് പറഞ്ഞത്, ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്, തലചുറ്റി കിടക്കുന്നുണ്ട്, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ട്, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്. സ്വാമി എല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും സാധന ചെയ്യുന്നവരാണ്. ഭഗവാന്റെ സാധനയ്ക്ക് 2-3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, സാധനയ്ക്ക് വേണ്ടത് ആഗ്രഹമാണ്, വൃത്തി എന്ന് പറയും, ആസ്പയർ. എൻ്റെ ഭഗവാനെ കിട്ടാനുള്ള ആഗ്രഹം, തീവ്രമായ, എനിക്ക് എൻ്റെ സ്വാമിയെ വേണമെന്നുള്ള ആഗ്രഹം. ഡിസ്റ്റിങ്ഷൻ, എല്ലാറ്റിലും A+ വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയാണ് A+ കിട്ടാനുള്ള സാധ്യതയുള്ളത്. എനിക്ക് റാങ്ക് വേണമെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിക്കാണ് റാങ്ക് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ എൻ്റെ സ്വാമിയെ എനിക്ക് വേണമെന്നുള്ള ആസ്പയർ, തീവ്രമായ ആഗ്രഹം, ഇതാണ് സാധനയിൽ ആദ്യം വേണ്ടത്. 2, സ്വാമി വേണം ആത്മവിശ്വാസം. 1, സ്വാമിയെ കിട്ടാനുള്ള ആഗ്രഹം വേണം. 2, ആത്മവിശ്വാസാണ്. ഈ ജന്മത്തിൽ ഞാൻ എൻ്റെ ഭഗവാനെ നേടിയിരിക്കും, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ആത്മവിശ്വാസമാണ് വേണ്ടത്. 3, അതിലേക്കുള്ള ആ പ്രവൃത്തി, ആ വഴിക്ക് പോകലാണ്. വളരെ കൃത്യമായിട്ട് സ്വാമി പറയുന്നുണ്ട്, നമ്മുടെ സാധന വിജയിക്കണമെങ്കിൽ ഒരു സ്റ്റൂള് 3 കാലുമ നിൽക്കണത് പോലെ, ഒരു ടേബിൾ അല്ലെങ്കിൽ ചെറിയൊരു ടീപ്പായി 3 കാലുമ നിൽക്കണത് പോലെ 3 കാര്യങ്ങൾ വേണം സാധന വിജയിക്കണമെങ്കിൽ. 1, തീവ്രമായ ആഗ്രഹം, എൻ്റെ ഈശ്വരനെ ഭഗവാനെ കിട്ടാനായിട്ട്. 2, എൻ്റെ ഭഗവാനെ ഞാൻ നേടിയിരിക്കുന്ന തീവ്രമായ ആത്മവിശ്വാസം വേണം. 3, ആ വഴിയിലൂടെ മാത്രം ഞാൻ വേറെ എങ്ങോട്ടും നോക്കാതെ എൻ്റെ സ്വാമിയെ കിട്ടാനുള്ള മാർഗത്തിലൂടെ എനിക്ക് നടന്നു പോകാനായിട്ട് എനിക്ക് സാധിക്കണം. ഭഗവാൻ ഒരു ഡിവോട്ടിക്ക് കൊടുക്കുന്ന സ്ഥാനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ തൃപ്പാദത്തിൽ വയ്ക്കാം. നമ്മളെ പോലെയുള്ള ഭക്തന്മാരാണെന്ന് വിശ്വസിക്കുന്ന, നമ്മൾ തന്നെ വിശ്വസിക്കുന്ന, ആരും പറഞ്ഞിട്ടല്ല, നമ്മൾ തന്നെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ നൽകുന്ന വില എത്രയാണെന്നറിയോ? ഭഗവാൻ നൽകുന്ന മൂല്യം എത്രയാണെന്നറിയോ? സ്വാമി പറയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ നന്മയും കൂടിച്ചേർന്നാൽ, ഈ ലോകത്തിലുള്ള എല്ലാ നന്മയും കൂടിച്ചേർന്നാൽ എൻ്റെ ഒരു ഭക്തന്റെ നന്മയുടെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന് സ്വാമി പറയുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ ഗുഡ്നെസ്സും കൂടിച്ചേർന്നാൽ പോലും
എന്റെ ഭക്തന്റെ ഗുണത്തിന്റെ അടുത്ത് എത്തില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ എവിടെയാണ് നമ്മൾ എത്തേണ്ടതെന്ന് സ്വാമി പറയുന്നത്. എവിടെയാ ഇരിക്കണേതല്ല, എവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ആ യാത്ര എല്ലാ നന്മയുടെയും മൂർത്തീഭാവമായിട്ട് മാറാനുള്ള നമ്മുടെ യാത്ര ഭഗവാന്റെ കൂടെ. ആ യാത്ര സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ശക്തമാക്കാൻ സ്വാമി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു തന്ന ഓരോ വാക്കും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. സായിരാം. സായിരാം.